പശ്ചിമ ബംഗാളിൽ ബി.ജെ.പിക്ക് പടുകൂറ്റൻ വിജയം ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിൽ മമതയുടെ കോട്ടയിലാണ് മമതയ്ക്ക് വമ്പൻ രീതിയിലുള്ള വലിയ തിരിച്ചടി ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതായത് സീറ്റുകൾ തൂത്തുവാരുന്ന തരത്തിലോട്ട് ബി.ജെ.പി കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. വിശദമായി പറയുകയാണെങ്കിൽ പശ്ചിമ ബംഗാളിലെ ബിർഭൂം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ബി.ജെ.പി രാഷ്ട്രീയ ചൂട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇറ്റാഹത്ത് സഹകരണ സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളും നേടിക്കൊണ്ട് ബി.ജെ.പി തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതായത് 9 സീറ്റുകളും ബി.ജെ.പി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് തൃണമൂലിൻ്റെ കേന്ദ്രത്തിൽ നടന്ന തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് ഏറെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. ഈ പ്രദേശം TMCയുടെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ബി.ജെ.പിയുടെ വലിയൊരു വിജയം, അതും തൂത്തുവാരൽ വിജയം ഇവിടെ ഇപ്പോൾ ബി.ജെ.പി സ്വന്തമാക്കിയിരിക്കുന്നത് 9 സീറ്റുകളും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി തങ്ങളുടെ പിടി ശക്തിപ്പെടുത്തുകയും മേഖലയിലുടനീളം വിജയം നേടുകയും ചെയ്തിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രകടനവും വളരെ ദുർബലമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അവർക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല എന്നുള്ളതും ഹൈലൈറ്റ് ആണ്. വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വലിയ വിജയത്തിൻ്റെ സൂചനയായിട്ടാണ് ബി.ജെ.പി ഇതിനെ കണക്കാക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ബി.ജെ.പി പ്രവർത്തകർക്കിടയിൽ വളരെ വലിയ തോതിലുള്ള ഒരു ആവേശമായിരുന്നു കണ്ടത്. സൈന്ധ്യയിലെ ഇറ്റാഹത്ത് പ്രദേശത്തെ വോട്ടർമാരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി, തൃണമൂൽ കോൺഗ്രസ്, ഇടതു പാർട്ടികൾ എന്നിവർ പങ്കെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രഖ്യാപിച്ചയുടൻ ബി.ജെ.പിയുടെ വിജയം വ്യക്തമായിരുന്നു. അതേസമയം TMCയുടെയും ഇടതു പാർട്ടികളുടെയും സ്വാധീനം ദുർബലമായി മാറുകയായിരുന്നു. ഈ വിജയം ബി.ജെ.പി പ്രവർത്തകരുടെ ആവേശം വർദ്ധിപ്പിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ലീഡിൻ്റെ പ്രധാന തെളിവായി പാർട്ടി ഇതിനെ കണക്കാക്കുന്നു. പ്രാദേശിക ബി.ജെ.പി നേതാക്കളും ഈ പ്രകടനത്തെ ഈ മേഖലയിൽ പാർട്ടിയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയായി കാണുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരിക്കുന്നതിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ബിർഭൂമിൽ ഒരു രാഷ്ട്രീയ ഉണർവ് ഉണ്ടായതായി ബി.ജെ.പി അവകാശപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വിജയത്തെ. മയൂരേശ്വർ നിയമസഭാ മണ്ഡലത്തിലെ ഇറ്റാഹത്ത് സഹകരണ സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ 9 സീറ്റുകളും നേടിയിരിക്കുന്നത് തീർച്ചയായിട്ടും തൃണമൂലിനെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. തൃണമൂൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി മാറി എന്നുള്ളതും വ്യക്തമാണ്. തൃണമൂലിൻ്റെ ഈ സ്വാധീനം ഇതിനകം തകർന്നുവെന്നും അതിൻ്റെ പിടി ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ചുവെന്നും ബി.ജെ.പിയുടെ ബോൽപൂർ സംഘടനാ ജില്ലയുടെ പ്രസിഡന്റ് ശ്യാംപത മണ്ഡൽ പറയുകയുണ്ടായി. വോട്ടെടുപ്പ് പ്രക്രിയ തടസ്സപ്പെടുത്താൻ തൃണമൂൽ പലയിടത്തും പോലീസിനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ വോട്ടർമാർക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ കഴിയുന്നിടത്തെല്ലാം പാർട്ടി പരാജയം നേരിട്ടുവെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിർഭൂമിലെ 2 സീറ്റുകളും തൃണമൂൽ പിടിച്ചെടുത്തിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 10 സീറ്റുകളും ഇവിടെ തൃണമൂൽ നേടിയിരുന്നു. എന്നിരുന്നാലും ഈ പുതിയ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ബി.ജെ.പിക്ക് ഒരു വലിയ വിജയമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കാരണം ഇത്രയധികം ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ബി.ജെ.പി തൂത്തുവാരൽ വിജയം നേടിയിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും തൃണമൂലിനെ എല്ലാ അർത്ഥത്തിലും പിന്നിലേക്ക് വലിക്കുന്ന ഒരു കാര്യമാണെന്ന കാര്യം ഉറപ്പാണ്. 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ തയ്യാറെടുപ്പുകൾ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു വിജയം കൊണ്ട്. മയൂരേശ്വർ മേഖലയിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിക്കുമെന്നും 2026 ബംഗാളിൽ അവർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും ബി.ജെ.പി വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വിജയത്തോടുകൂടി അതും തൃണമൂലിൻ്റെ ശക്തി കേന്ദ്രത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് തൃണമൂലിനെ മറികടന്നുകൊണ്ട് ബി.ജെ.പിയുടെ വമ്പൻ കടന്നുകയറ്റം 9 സീറ്റുകളും വിജയിച്ചെടുത്തുകൊണ്ടുള്ള തൃണമൂലിനെ തോൽപ്പിച്ചുകൊണ്ടുള്ള ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു വമ്പൻ വിജയം വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏറെ ഉണർവുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്തായാലും തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തോൽവി, അതും അവരുടെ ശക്തി കേന്ദ്രത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു തോൽവി വളരെ വലിയ തോതിൽ അവർക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതും വ്യക്തമാണ്.